അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഭൂമിയിൽ ചിലർ നടക്കുമ്പോൾ ഭൂമിക്ക് പോലും തോന്നും ഇവൻ അറിവിൻ്റെ സുഗന്ധം വിടരുന്നവൻ. ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഹൃദയം തന്നെ വിനയത്തിൻ്റെ തരംഗത്തിൽ മുഴുങ്ങും. അവൻ്റെ കണ്ണുകളിൽ നിന്ന് അറിവിൻ്റെ തിളക്കം, അവൻ്റെ മുഖത്തിൽ നിന്ന് തൗഹീദിൻ്റെ പ്രകാശം, അവൻ്റെ ചിരിയിൽ ദയവും സ്നേഹം നിറഞ്ഞിരിക്കും. അള്ളാഹു ചിലരെ തെരഞ്ഞെടുത്തത് അറിവിൻ്റെയും വിനയത്തിൻ്റെ ഇടയിലുള്ള ഒരു പാലമായിട്ടാണ്. അവരിൽ ഒരാളാണ് സയ്യിദുൽ ഉലമ, സമസ്തയുടെ വജ്രം, സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അദ്ദേഹം പദവിയിലൂടെയല്ല മഹാനായത്, സ്വഭാവത്തിലൂടെ മഹാനായ മനുഷ്യൻ. തൻ്റെ ജീവിതം ഖുർആൻ സുന്നത്തും തമ്മിൽ ചേർന്നൊരു ജീവിതം പാഠപുസ്തകമായിരുന്നു. തൻ്റെ വാക്കുകൾ ഉമ്മത്തിന് വെളിച്ചവും തൻ്റെ വിനയം വിദ്യാർത്ഥികൾക്കൊരു പ്രചോദനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അദ്ദേഹത്തിൻ്റെ നടത്തം കാണുമ്പോൾ നമുക്ക് ഓടി വരുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ചില ആയത്തുകളാണ്. സൂറത്തുൽ ഫുർഖാൻ 63 അല്ലാഹു പറയുന്നു ബഹുമാനപ്പെട്ടവരുടെ നടത്തത്തെക്കുറിച്ച്, വഇബാദുർ റഹ്മാനില്ലദീ യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അല്ലാഹുവിൻ്റെ ചില അടിമകളുണ്ട്, യംശൂന അലൽ അർളി ഹൗന, അവർ വിനയത്തോടു കൂടി ഭൂമിയിൽ നടക്കുന്നവരാണ്. വഇദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, അജ്ഞർ അവരെ സമീപിച്ചാൽ അവരോട് സമാധാനത്തോടു കൂടി മറുപടി പറയുന്നവരാണ്. അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരെ വിനയമുള്ളവർ എന്ന വാക്കിലൂടെ അവരെ യാഥാർത്ഥ്യമായ ഈമാൻ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മനുഷ്യരിൽ ഏറ്റവും മഹാനായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിനയം തുല്യമായ ജീവിതത്തിൻ്റെ ചില ഹദീസുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്സിഫു നഅലഹു വയഖീതു സൗബഹു വയഅമലു ഫീ ബൈതിഹി കമാ യഅമലു അഹദുക്കും. അള്ളാഹുവിൻ്റെ ദൂതർ തൻ്റെ ചെരുപ്പ് തുന്നുകയും വസ്ത്രം പണിയുകയും വീട്ടുപണികൾ ചെയ്യുകയും ചെയ്തിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു ഹദീസിൽ പറയുന്നു, ഇന്നി ലസ്തു ബിമലിക്, ഞാൻ രാജാവല്ല, ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ കാനത്ത് തഅകുലു ഖദീദ്, ഉണക്കിയിറച്ചി തിന്നുന്ന ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയം. അധികാരമുണ്ടെങ്കിലും ഹൃദയം വിനയം നിറഞ്ഞതായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി തങ്ങൾ, സമസ്തയുടെ വജ്രസിംഹം, അദ്ദേഹം അലങ്കരിച്ച നേതൃത്വം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സാധാരണ മനുഷ്യൻ്റെ, സാധാരണത്തിനും സാധാരണയായ ഒരു മനുഷ്യനെ പോലെ, ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര, കയ്യിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബാഗ് മാത്രം, അദ്ദേഹത്തിന് ആരും കാവൽക്കാരില്ല. ഇതാണ് തവാളു, വിനയം, മഹത്വം. തവാളു എന്നാൽ മഹത്വം പദവിയല്ല, അത് സ്വഭാവമാണ്. മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്, ആരെങ്കിൽ അള്ളാഹുവിനായി വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തുമെന്ന ഹദീസിൽ കാണാം. വിനയം ഒരു ദൗർബല്യമല്ല, അത് അള്ളാഹുവിൽ നിന്നുള്ള ഉയർച്ച നേടാനുള്ള വഴിയാണ്. അറിവ് കൂടുന്തോറും വിനയം കൂടി വരണം. അത് നമുക്ക് ആത്മാവിൻ്റെ സൗന്ദര്യം നൽകും. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഇസ്രാ 30 ആയത്തിൽ പഠിപ്പിക്കുന്നു, വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലം തഖരികൽ അർള വലം തബ്ലുഗൽ ജിബാല തൗല. നോക്കൂ, എന്തോ ഒരു മനോഹരമായ ഈ ആയത്ത് കാണുമ്പോൾ, ഭൂമിയിൽ അഹങ്കാരത്തോടെ നടന്നു പോകരുത്. നീ ഭൂമിയെ കീറിക്കളയാനോ നിനക്ക് സാധ്യമല്ല, മലകളെ നീലത്തിൽ നടക്കുവാനും നിനക്ക് കഴിയില്ല. എന്തോ ഒരു അത്ഭുതകരമായ ആയത്താണ്. അള്ളാഹു അഹങ്കാരികളോട് വെറുപ്പ് കാണിക്കുകയും വിനയമുള്ളവരോട് സ്നേഹം കാണിക്കുകയും ചെയ്യും.
അറിയൂ എന്നാൽ അഭിമാനമല്ല നന്ദിയാണ്. പദവി വന്നാൽ താഴ്ന്നവരെ മറക്കരുത്. സമ്പത്ത് ലഭിച്ചാൽ ദരിദ്രരെ സഹായിക്കുക. ദൗർബല്യമുള്ളവരോട് കരുണ കാണിക്കുക. ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാളഉ ഹത്താ ലാ യഫ്ഖറു അഹദുൻ അലാ അഹദിൻ വലാ യബ്ഗി അഹദുൻ അലാ അഹദ്. അള്ളാഹു എന്നോട് വെളിപ്പെടുത്തിയിരിക്കുന്നു, എനിക്ക് വഹി അറിയിച്ചിരിക്കുന്നു, നിങ്ങളെല്ലാവരും വിനയമുള്ളവരായിരിക്കുക, ആരും മറ്റൊരാളോടും അഭിമാനം കാണിക്കരുത് എന്ന് മുത്തായ ഹബീബാണ് പഠിപ്പിച്ചത്. സയ്യിദ് ജിഫ്രി തങ്ങൾ പോലുള്ളവരിൽ നിന്നാണ് നാം വിനയം പഠിക്കേണ്ടത്. അദ്ദേഹം അഹങ്കരിച്ചില്ല പദവി, പക്ഷേ അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യ അലങ്കാരം വിനയമായിരുന്നു. തിൽക്കദ്ദാറുൽ ആഖിറതി നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദൻ വൽ ആഖിബത്തു ലിൽ മുത്തഖിൻ. തിൽക്കദ്ദാർ, ഭൂമിയിൽ അഹങ്കാരമോ അക്രമോ ആഗ്രഹിക്കാത്തവർക്കാണ് പരലോകത്ത് പദവി. അന്ത്യനാളിൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്, വിനയം ഒരു വസ്ത്രമല്ല, അത് ഒരു സ്വഭാവമാണ്, ഒരു ഈമാനിൻ്റെ അടയാളം. അള്ളാഹു പറയുന്നു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്കാക്കും. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും ബഹുമാനമുള്ളവർ നിങ്ങളിൽ ഏറ്റവും ഭയഭക്തിയുള്ളവരാണ് എന്നാണ്. വിനയം വിജ്ഞാനത്തിൻ്റെ അലങ്കാരവും ആത്മാവിൻ്റെ ശാന്തിയുമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരുടെ ഗുണമാണ് വിനയം എന്നുള്ളത്. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.